കുഞ്ഞിച്ചോ മീനസാൻ നമ്മുടെ സാൻ മേസറിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങളെല്ലാവരും ലോങ് വീഡിയോ വേണമെന്ന് പറഞ്ഞ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ ഒരു സീരീസിന് ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നതല്ല. അതായത് എല്ലാ ദിവസവും ഒരൊറ്റ ചാപ്റ്റർ വെച്ചാണ് നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഇതൊരു സീരിയസ് ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്ന എക്സ്പ്ലനേഷൻ അല്ല, സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ സെക്കൻഡറി പേജിൽ ഇട്ടുകൊണ്ട് മാത്രം നമ്മുടെ മെയിൻ ആയുള്ള ഫോക്കസ് ഇപ്പോഴും മിസ്റ്റ് മൈറ്റ് മഹേന്ദ് തന്നെയാണ്. സോ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഉറപ്പായിട്ടും ഇതിൻ്റെ ഓരോരോ എപ്പിസോഡ് വെച്ച് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബിക്കോസ് ഇതെന്തായാലും നല്ലൊരു സീരീസ് ആണുള്ള എല്ലാ പൊട്ടൻഷ്യലും ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് അവൻ ആ ക്രിസ്റ്റൽ എടുത്ത് എറിഞ്ഞു കൊടുത്തു. കൊണ്ടുപോയി തിന്ന്, നീ ഇത്ര ഡെസ്പറേറ്റ് ആയിട്ട് ചോദിച്ച ആ ഒരു മാന ക്രിസ്റ്റല് അല്ലേ? ഇതിന്റെ സൈസ് ഇത്രയുണ്ടല്ലേ? കണ്ടിട്ട് ഒരു 100 സിയോൾ. 100 സിയോളോ? നീ എന്നെ ചുമ കളിക്കുവാണോ? അതിന് അറ്റ്ലീസ്റ്റ് ഒരു 300 സിയോളെങ്കിലും കിട്ടും. 100 സിയോളെന്ന് നിനക്കറിഞ്ഞൂടെ? എവിടെയുള്ള എല്ലാം പ്രഷ്യസ് ആണണ്ടാ. സത്യം പറഞ്ഞാൽ നീ അവിടെ തന്നെ കിടന്ന് ആ ഒരു സാൻഡ് വേവിന്റെ വയറ്റിൽ കിടന്ന് ചത്തുപോയാൽ പോരായിരുന്നോ? സാഹി കേട്ടോണ്ട് സിയോൺ തല നിലത്തേക്കടിച്ചു. നായിന്റെ മക്കൾ എല്ലാവരും എന്നെ ചൂഷണം ചെയ്യുവാണ്. പക്ഷെ പോരാ, ഇത് ഓൾഡ് മാൻ, ഞാൻ പറയുന്നേക്ക്, ഞാനിവിടെ വന്നതേ ഉള്ളു. സോ അതിൻ്റെ ഒരു ചാൻസ് എങ്കിലും എനിക്ക് എനിക്ക് മനസ്സിലായി. നീ ഇനി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ നന്നായിട്ട് പിക് പോക്കറ്റേഴ്സ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നിന്റെ സാധനങ്ങളൊക്കെ അത് കൊള്ളാം. എൻ്റെ മുമ്പിൽ തന്നെ ഒരാൾ നിൽക്കാൻ നിർത്താണോ? പിന്നെ ഇതെന്തായാലും നമ്മുടെ ആദ്യത്തെ ഡീലല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യാം. ദേ പുറകിൽ കാണുന്നതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു സാധനം നീ എടുത്തോളൂ. ഒരെണ്ണം മാത്രം എടുത്തോളൂ. ഓ, ഇത് മുഴുവൻ കുപ്പയാണല്ലോ. ഇതിൻ്റെ അകത്തൊന്നും ഒരു കോപ്പമില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വേർത്തായിട്ടുള്ള കിട്ടുമോ? ആ സമയത്താണ് ആ കിളവൻ പറയുന്നത്. ഇവൻ ശരിക്കും അമ്യൂസിംഗ് ഉള്ള ഒരു പയ്യനാണ്. സത്യം പറഞ്ഞാൽ ഇത്തരം വലിയൊരു അവസ്ഥയിൽ അവന് ഒബ്സഷൻ ഒന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കിയേ. ഇവൻ എന്തായാലും അല്ല, ഇവിടെ ഉപകാരമുള്ള ഈ സമയത്ത് അവനൊരു കാര്യം ശ്രദ്ധിച്ചു. ഓ അതൊരു കാരവനിൽ നിന്നുള്ളൊരുത്തൻ കൊണ്ടുവിട്ടിട്ട് പോയതാണ്. പിന്നെ അവനെ കണ്ടിട്ടില്ല. ആ, അതിൽ നല്ല സാധനം നിനക്ക് നോക്കിയാൽ കിട്ടും കേട്ടോ. പക്ഷേ വേണ്ട, എനിക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് ഒരു ഹവർ ഗ്ലാസ് അവനെടുത്ത് കയ്യിലേക്ക് വെച്ചു. ഞാനടുത്ത് നീ കുറച്ചുകൂടെ എന്തെങ്കിലും മികച്ച സാധനം എടുക്കുമെന്ന്. കൂട്ടത്തിൽ ഏറ്റവും യൂസ്ലെസ് ഉള്ള സാധനമല്ല സെലക്ട് ചെയ്തത്. കുഴപ്പമില്ല. ആ, പറഞ്ഞതുപോലെ കിളവാ, തങ്ങളുടെ പേരിനാണ് ക്ലെക്സി. ആ, ഓൾഡ് മാൻ ക്ലെക്സി. ഇനി നമ്മളെ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെന്തായാലും നമുക്ക് ഭാവിയിൽ കാണാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് നടന്നു. പിന്നെ കാണിക്കുന്ന ആ ഒരു ഹവർ ഗ്ലാസ് ആണ്. ഓ, അപ്പൊ 10 മിനിറ്റ് വേണം ഇത് പൂർണ്ണമായിട്ടും ഇപ്പുറത്തേക്ക് വരാനായിട്ട്. അത് ആ മൈനിങ് കോട്ടേഴ്സ് ആണ്. അപ്പൊ പിന്നെ ഇനി തുടങ്ങിയാലോ? അവൻ അവിടെ ഇരുന്നുകൊണ്ട് ആ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തു. എന്നിട്ട് അവനെങ്ങെന്നും പറഞ്ഞ് അവനെ പവർ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല. നാശം. ഞാനോർത്ത് ഇതിന്റെ അവേക്കനിങ് ആയിട്ട് റിലേറ്റഡ് ആയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ആണെന്ന്. എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ലൈക്ക് ഒരു സ്ട്രെയിഞ്ച് അല്ല ദെജാവു അടിച്ച പോലെ, ഇത് എനിക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ, അതെന്നെ വിളിക്കുന്നത് പോലെ. പക്ഷേ എന്താണ് ഈ ഫീൽ കംപ്ലീറ്റ്ലി? ഏത് നായിന്റെ മോനാടാ ഇന്നിവിടേക്ക് വന്നെന്ന് പറഞ്ഞ് പെട്ടെന്നൊരുത്തൻ ആ വാതിലും ചവിട്ടി തുറന്ന് അവിടേക്ക് വന്നു. നീയാണോടാ ഇന്ന് വന്ന നായ? നീ എന്താണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്? നിനക്ക് മൈലേക്ക് വരാൻ അറിഞ്ഞൂടെ? അത് മാത്രമല്ല, ഒരു കാര്യം പറഞ്ഞേക്കാം, നീ അനുസരണയിൽ ഇവിടെ നിന്നില്ലെങ്കിൽ എന്റെ പേര് നായെന്നൊന്നുമല്ല, എന്റെ പേര് സിയോൺ എന്നാണ്. അതാ നിനക്ക് പേര് വിളിക്കാൻ അറിഞ്ഞൂടെ എന്ന് ചോദിച്ച അടുത്ത നിമിഷം ഒരു 1.5 പഞ്ച് അവന്റെ മുഖത്ത് വന്ന് പതിച്ചു. തെറിച്ച് പോകുന്നുണ്ട്. വാ മൂടിക്കിടക്കട നായിന്റെ മകനെന്ന് പറഞ്ഞ് അവന്റെ മുഖത്ത് നോക്കി ഒരു 1.5 പഞ്ച് അങ്ങോട്ട് ചെയ്തു. നിനക്കെത്ര ധൈര്യമാണ് നീ എനിക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞ് അവനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയായിരുന്നു. അവൻ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് നോക്കിയപ്പോഴാണ് അവനവിടെ നിന്ന് സ്റ്റക്കായത്. നിനക്ക് കിട്ടിയില്ലേ? കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഞാൻ ഫോളോ ചെയ്യാനായിട്ട് നോക്ക്. സിയോൺ ഒന്നും തന്നെ മിണ്ടാതെ മേടിച്ചു കൂട്ടിയതെല്ലാമായിട്ട് അവൻ പുറകെ നടക്കാനും തുടങ്ങി. നിന്റെ ദേഷ്യം അത് ഞാൻ മറക്കത്തില്ലടാ. നിന്റെ പേര് ബാക്ക് മാൻ ഹൂന്നല്ലേ? എനിക്കറിയാം. നിന്നെ ഞാൻ ഉറപ്പായിട്ടും ഒരു ദിവസം കൊന്നിരിക്കും. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് ആ ഒരു മൈൻ എൻട്രൻസ് ആണ്. ചുരുക്കം പറഞ്ഞ സെക്ടർ 3. ആ, ബാക്ക്, നീ തിരിച്ചെത്തിയോ? ദേ, ഈ നായിന്റെ മകന് ഒരു എക്യുപ്മെന്റ് എടുത്തോട്. യെസ് സാർ. പിന്നെ ഒരു കാര്യം നീ മറക്കണ്ട, നിന്റെ എക്യുപ്മെന്റിനുള്ള പൈസയും പിന്നെ ഓരോ ദിവസം നീ മുണുങ്ങുന്ന ഫുഡ് ഇല്ലേ, അതിന്റെ 2ന്റെ പൈസ നിന്റെ ശമ്പളത്തിൽ നിന്ന് കുറക്കുന്നതാണ്. അല്ല, അത് കൊള്ളാം. ഇവിടെ എത്രയാണ് ശമ്പളം കിട്ടുന്നത്? അതിലുപരി എനിക്ക് നന്നായിട്ട് പേയ്മെന്റ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഒരു പിക്കാക്സ് അവന്റെ തലയിൽ വന്ന് പതിച്ചത്. അവൻ ഡോഡ്ജ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ തല പൊട്ടിത്തെറിച്ച് പോയെന്നാം. എന്താടാ, ആദ്യമായിട്ടാണ് നീ ഒരു പിക്കാക്സ് കാണുന്നത്? ദേ, നിന്റെ ഹെൽമെറ്റ് പോയിട്ടുണ്ട്. നിന്റെ ഹെൽമെറ്റിന്റെ പൈസ നിന്റെ ശമ്പളത്തിൽ നിന്ന് കുറക്കും. അതുകൊണ്ട് മര്യാദക്ക് പണിയെടുക്കാനായിട്ട് നോക്ക്. ഇവനൊരു കാര്യം ചെയ്യ്, ആ 972 ടണലില്ലേ അവിടേക്ക് അയച്ചാൽ മതി. അല്ല എടാ, നമ്മൾ ആ ടണൽ ഇതുവരെ
ഒരു കുഴപ്പമില്ല, ഇവൻ തന്നെ ഇവിടേക്ക് പോട്ടെ. ദേ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, മാന ക്രിസ്റ്റൽ എന്നങ്ങനെ ഇല്ലാത്ത നീ പുറത്തൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാ എന്റെ കൈ കൊണ്ട് നീ ചാകും. ഒന്ന് പോടാ നാറി. എടാ ഒന്ന് മിണ്ടാത്തി, അവൻ ഉറപ്പായിട്ടും കേൾക്കും. ബാ, തൽക്കാലം അവിടേക്ക് പോകാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മുന്നിലേക്ക് ആ ഒരു ടണിലേക്ക് നടന്നുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.